ഭരണഘടനയിൽ തന്ത്രം മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയിരുന്ന പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടന മാറ്റി എഴുതില്ല എന്നും മാറ്റി എഴുതുന്നു എന്ന രീതിയിൽ മാറ്റി എഴുതാൻ പോകുന്നു എന്ന രീതിയിൽ കോൺഗ്രസ് ഇവിടെ നുണ പ്രചരിപ്പിക്കുന്നു എന്നുമാണല്ലോ പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ടുള്ളത്. ഇത് തുടർച്ചയായി പല ഘട്ടങ്ങളിലായി അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ബീഹാറിൽ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്നെപ്പോലെ ഒരു പിന്നാക്കക്കാരനെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിച്ച ഭരണഘടനയെ ഞാൻ ബഹുമാനിക്കുന്നു. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ OBC വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭരണഘടനാ ദിനത്തെ പോലും എതിർത്തവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം. അതേത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഏപ്രിൽ 14 അദ്ദേഹത്തിന്റെ പ്രസംഗം മധ്യപ്രദേശിലെ ഹോഷംഗാബാദിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അംബേദ്കറിനെ അപമാനിക്കാനാണ് കോൺഗ്രസ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്, എന്നും ആദരിച്ചത് BJP മാത്രമാണ്. ഏപ്രിൽ 12 രാജസ്ഥാനിലെ ബാമറിൽ ഭരണഘടനയെപ്പറ്റി പ്രധാനമന്ത്രി ദീർഘമായി തന്നെ പ്രസംഗിച്ചു. BJPക്ക് ഭരണഘടന എന്നാൽ രാമായണവും മഹാഭാരതവും ബൈബിളും ഖുറാനും ഒക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അംബേദ്കർ വിചാരിച്ചാൽ പോലും തിരുത്താൻ കഴിയാത്ത ഭരണഘടന എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ RSS കുറച്ച് കർശനമായി ഭരണഘടന വിരുദ്ധരാവുകയും അപ്പുറത്ത് അതിൽ വെള്ളം ചേർത്തുകൊണ്ട് കുറച്ചു കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം BJPക്കില്ല. പക്ഷേ പുറത്തേക്ക് പറയുന്നതിൽ കാര്യങ്ങൾ മാറുന്നു എന്നിടത്താണ് വ്യത്യാസം വരുന്നത്. മോദി ഭരണഘടനയെക്കുറിച്ച് പറയുന്നു, അംബേദ്കർ വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർ മാറ്റിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇതിനകം തന്നെ. ഇന്ത്യയിൽ പൗരനാകുന്നതിന് മതം ഒരു ഘടകം ആകില്ല എന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുമ്പോഴാണ് പൗരത്വ ഭേദഗതിയിലൂടെ അത് മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അട്ടിമറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ മതവും രാഷ്ട്രീയവും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഭരണഘടനാ മൂല്യം ഇതുവരെ പാലിക്കപ്പെട്ടപ്പോൾ അതങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി എന്താണ് അയോധ്യയിലെ പൂജാരിയായി, അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി പൂജാരിയായിരിക്കുന്നു. പള്ളി പൊളിച്ച സ്ഥലത്തെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി പോയിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടനയെ എത്രത്തോളം ആദരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മോദി അങ്ങനെ ഒരു പൂജാരിയായി അവിടെ പോകുന്നത്? RSSകാരനായതുകൊണ്ടാണ് അല്ലേ? RSSന്റെ സമീപനമാണത്. അപ്പോൾ RSSന്റെ നിലപാടാണത്. RSSനെ സംബന്ധിച്ച് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഓർഗനൈസറിൽ എഴുതിയ ലേഖനം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയ്ക്ക് അംബേദ്കറിൻ്റെ ഭരണഘടനയ്ക്ക് പാശ്ചാത്യ രൂപമാണ് എന്ന് പറയുകയും ഇവിടെ മനുസ്മൃതിയാണ് നടപ്പാക്കേണ്ടതെന്നും പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ RSSനെ നിരോധിച്ചപ്പോൾ RSSനെ തിരിച്ച് ആ നിരോധനം മാറ്റുന്നതിനെ പറഞ്ഞിരിക്കുന്ന ഉപാധിയായി അംഗീകരിച്ച എന്താണ്? ദേശീയ പതാകയും ഭരണഘടനയും അംഗീകരിച്ചു കൊള്ളാമെന്നുള്ള ഉപാധിയിലാണ് തിരിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിപ്പോൾ പറയുന്നത് ഇവിടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രൂപത്തിൽ ദളിത് വിഭാഗം ഒരു ദൈവമായി തന്നെ കാണുന്ന അംബേദ്കറിൻ്റെ ഭരണഘടന ഇവിടെ മാറ്റി എഴുതാൻ പോകുന്നു, നമ്മുടെ ജീവിതം അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു വ്യാപകമായൊരു തോന്നൽ അതിശക്തമായിട്ടുണ്ട്. അത് കൃത്യമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നുമുണ്ട്. രാഹുലിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി മതേതരത്വം ഇല്ലാതാകുന്നു, ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സർവേയിലേക്ക് കൂടി പോകേണ്ടത്. ആ സർവേയിൽ 79% പേരും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പമാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എന്നതിന് പിന്തുണ 80%. നോക്കൂ, ആ 80% എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളാണ്. അപ്പുറത്ത് ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് അഭിപ്രായപ്പെടുന്നത് വെറും 10%. അപ്പോൾ ഇവർ വിഭാവനം ചെയ്യുന്ന ഒരു ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രായോഗികമായ സമീപനമാണ്. ഇതൊരു തന്ത്രമാണ്. ആ തന്ത്രം ഇനി ആവർത്തിച്ച് പയറ്റുകയും ചെയ്യുന്നു. ഇവിടെ BJP കോൺഗ്രസ് നുണ പറയുന്നു, ആവർത്തിച്ച് നുണ പറയുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ എത്ര BJP MP ഈ ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു എന്നുള്ള കാര്യം പ്രസംഗിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ മുന്നിൽ പേരുകളുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഈ രൂപത്തിൽ പ്രതികരിച്ച നേതാക്കളുണ്ട്. കർണാടകയിൽ ആനന്ദ് കുമാർ ഹെഗ്ഡെ, മീററ്റ് സ്ഥാനാർത്ഥി അരുൺ ഗോവിൽ എന്ന് വെച്ചാൽ പഴയ ശ്രീരാമൻ, രാമായണത്തിലെ ശ്രീരാമൻ, പിന്നെ നഗൗർ സ്ഥാനാർത്ഥി ജ്യോതി മിർധ, ഫൈസാബാദ് സ്ഥാനാർത്ഥി ലല്ലു സിംഗ്, ഇവരൊക്കെ പ്രസംഗിച്ചതാണ് ഈ ഭരണഘടന നമ്മൾക്ക് മാറ്റി എഴുതാൻ വേണ്ടി നമ്മൾ വിജയിക്കണമെന്ന്. ഈ 400 പാർ എന്ന് പറയുന്നത് എന്തിനാണ്? 400 പാർ പറയുന്നത് ന്യൂനപക്ഷത്തെ രണ്ടാംകിട പൗരന്മാരാക്കാനുള്ള ഭൂരിപക്ഷം നമുക്ക് വേണം, നമ്മൾ മുകളിലേക്ക് വരണം, നമ്മൾ ഭൂരിപക്ഷമാകണം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ്. അപ്പോൾ അതാണ് ആവർത്തിച്ചുകൊണ്ട് പല MP ഇവിടെ പറഞ്ഞിട്ടുള്ളത്. BJPയുടെ MP ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് അല്ല നുണ പറഞ്ഞിട്ടുള്ളത്, BJP ആണ് നുണ പറയുന്നത്, പ്രധാനമന്ത്രിയാണ് നുണ പറയുന്നത്. ആ നുണ പറഞ്ഞിട്ട് അപ്പുറത്താണ് നുണ പറയുമ്പോൾ ഇവിടെ കിടക്കുകയാണ്. ഈ പറഞ്ഞ നേതാക്കൾക്കെതിരെ, ഈ MP ഭരണഘടനാ വിരുദ്ധമായ സമീപനമെടുത്തിന് എന്ത് നടപടി എടുത്തിരിക്കുന്നു? ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ. ഇതിൽ പലരും സ്ഥാനാർത്ഥികളാണല്ലോ. അപ്പോൾ ദളിത് വിഭാഗത്തിനും അതിപിന്നാക്ക വിഭാഗത്തിനും ഉണ്ടായിരിക്കുന്ന ആശങ്ക പ്രതിപക്ഷത്തിന് വോട്ടാക്കി മാറും എന്നുള്ള ഒരു തോന്നലിൽ നിന്ന്, ഭയത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ പ്രതികരണമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ള
പ്ലാനുകളും എന്തായാലും BJP-ക്ക് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുമുള്ളതാണ്. അപ്പോൾ RSSും BJP-യും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തന്ത്രം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്ത്രം മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇനിയും മാറിയും മറിഞ്ഞും തന്ത്രം വരാം. കാരണം മട്ടൻ കറിയും മീനും പറഞ്ഞ ശേഷമാണ് പെട്ടെന്ന് ഭരണഘടനയിലേക്ക് വന്നത്. അപ്പോൾ ഈ അടുത്ത ഘട്ടത്തിൽ വീണ്ടും തീവ്ര നിലപാടിലേക്ക്, അതായത് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ സ്ഥലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അവിടുത്തെ ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ രൂപത്തിലാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് മട്ടൻ കറി പറഞ്ഞില്ലല്ലോ, ഇവിടെ വന്നിട്ട് മീൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഏത് രൂപത്തിൽ വോട്ട് പിടിക്കാമെന്നുള്ള ഒരു ആലോചന നടത്തുന്നുണ്ട്. ഏതായാലും BJP-യെ സംബന്ധിച്ച് അവരിൽ നിന്ന് പ്രതിപക്ഷം പഠിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ കാര്യങ്ങൾ മാറി മറിയുന്നു, എവിടെയാണ് നമുക്ക് പിന്നാക്കം പോകേണ്ടി വരുന്നത് കണ്ടറിഞ്ഞൊരു വളരെ വേഗത്തിൽ, അല്ലേ, സ്ട്രാറ്റജി അങ്ങനെയാണ്, വളരെ വേഗത്തിൽ അതിനെ മറികടക്കാനുള്ള ആലോചനകൾ നടത്തും. ആ കാര്യത്തിൽ BJP-യെ പ്രതിപക്ഷം കണ്ടു പഠിക്കേണ്ടതാണ്. തന്ത്രം മാറ്റി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.